സമൂസയുടെ ഷേപ്പ് ഇട്ടാ സമൂസ ഷേപ്പ് പിന്നെ ഇവിടെ കണ്ട ഈ ഭാഗം കണ്ട സമൂസ അകത്ത് ഫില്ല് ചെയ്ത് മാത്രം മതി. ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്നുള്ളതും കൂടി എനാബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ നോക്കുന്നത് സോഫ്റ്റായിട്ട് അധികം എഫേർട്ടില്ലാതെ എങ്ങനെ ചപ്പാത്തിയും ഫുൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അതിനായിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഏത് പാത്രത്തിലാണ് ഗോതമ്പ് പൊടി എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വെക്കുക. കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് 1 കപ്പ് വെള്ളം കിട്ടുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ആ വെള്ളമാണ് നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും ഉപയോഗിക്കാം. ഇപ്പോൾ കഴിക്കാൻ പറ്റാത്ത ഷുഗർ പേഷ്യൻസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ വെളിച്ചെണ്ണ ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് കുഴഞ്ഞ് വരണുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു നല്ല സോഫ്റ്റ് ഡൗ ആക്കി എടുക്കാം. ഇപ്പോൾ ദേ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒന്നുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ എണ്ണ കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ കാര്യം, അവർക്ക് ആ എണ്ണ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ചെയ്താലും നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ഇതൊരു 15 മിനിറ്റ് വരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം മാവ് ഒരുവിധം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ഉണ്ടയാക്കിയിട്ട് അതിന് സാധാരണ ഒരു ചപ്പാത്തി പോലെ ഒരു ഫുൽക്ക പോലെ ആക്കിയെടുക്കാം. ഫസ്റ്റ് വൺ അതെ ഇപ്പം ഞാൻ പരത്തിയിട്ട് അത് ഫുൽക്ക ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നേക്കണണ്ട. ഇതിനെയാണ് ഫുൽക്ക എന്ന് പറയുന്നത്. അത് അടപ്പിൻ്റെ മുകളിലൊക്കെ കാണിച്ചൊക്കെ എടുക്കും. പിന്നെ അടപ്പിലേക്ക് പൊടിയൊന്നും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി അടുത്തതാണ് ഡിഫറെൻറ്റ് ചപ്പാത്തി കേട്ടോ. കറക്റ്റ് ആ ചപ്പാത്തിയാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പോലെ പരത്തിയെടുത്തു. കുറച്ച് വലുതാക്കി പരത്തിയെടുത്തു. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുവാണ്. നന്നായിട്ട് തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആവണ പോലെ തേക്കുക. എന്നിട്ട് അതിനെ നേരെ മടക്കി കൊടുക്കുക. അവിടെയും തേച്ച് കൊടുക്കുക. ഇനി ഒന്നുകൂടി മടക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് പൊടി കൂടി തൂവിയിട്ട് ഒന്നുകൂടി പരത്തി കൊടുക്കാം. ഈ ഐഡിയ തന്നത് ഷീബ ചേച്ചിയാണ്. താങ്ക് യു ഷീബ ചേച്ചി. ഇതിലിപ്പോൾ നെയ്യ് ഇട്ട് കൊടുക്കണോണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ ചപ്പാത്തിക്ക്. പിന്നെ ഡയറ്റ് കോൺഷ്യസ് ആയവർ ഞാൻ ആദ്യം കാണിച്ച ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചാൽ മതി. അപ്പോൾ അവർക്ക് ഒട്ടും എണ്ണ ഇടണമല്ലോ. അതിൽ പൊടിയിലുള്ള എണ്ണയും കൂടി ഒഴിവാക്കാം. അപ്പോൾ അത് ഹെൽത്തിയാവും. പിന്നെ പിള്ളേരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഷേപ്പ് കാണുമ്പോൾ അവർ കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കും. അപ്പോൾ അമ്മമാരൊക്കെ ഇങ്ങനത്തെ ചപ്പാത്തി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക. ഇത് നമ്മൾ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇടുമ്പോൾ ഫ്രൈ പാനിൻ്റെ ഫ്ലെയിം ഏറ്റവും ഹൈ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കണ പോലെ ഇങ്ങനെ പൊങ്ങി വരുള്ളൂ, ഫുൾ കേയി വരുള്ളൂ. 30 സെക്കൻഡ് ചെയ്ത് അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ പൊങ്ങി വരും. ഫ്ലെയിം കൂടി തന്നെ ഇരിക്കണം കേട്ടോ. ശ്രദ്ധിക്കണം കരിഞ്ഞു പോരുതേ. കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പോൾ ഇത് പൊങ്ങി വരുന്നുണ്ട് കണ്ട, പൊങ്ങാൻ തുടങ്ങി. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നോക്കുകയാണെങ്കിൽ ഒരു പോക്കറ്റ് പോലെ ഉണ്ട്. മോൻ പറയുന്നുണ്ട് ഇത് സമൂസയുടെ ഫില്ലിങ് ഉള്ളി വെച്ച് കൊടുത്താൽ മതി, സമൂസയായിരുന്നു. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കുക. പുറത്ത് ഞാൻ എണ്ണ തേച്ചിട്ടില്ല, ഉള്ളിൽ നെയ്യിട്ടാറിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തും എണ്ണയൊക്കെ തേച്ചൊക്കെ എടുക്കാം. മറ്റേ ചപ്പാത്തി ഒട്ടും എണ്ണ ഇടാതെയാണ് എടുത്തേക്കണത്. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇങ്ങനെ എളുപ്പമുള്ള രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.